ബി.ജെ.പിയുടെ ക്രൈസ്തവ പ്രേമം വലിയ തോതിൽ അത് പി.സി. ജോർജിനെയും ജോർജ് കുര്യനെയും അതുപോലെ പി.സി. ജോർജിന്റെ മകനായ ഷോൺ ജോർജിനെയും ഒക്കെ വലിയ സ്ഥാനങ്ങൾ നൽകി ആദരിക്കുന്നത് വഴി കിട്ടും എന്ന വിചാരത്തിലാണ് ബി.ജെ.പി. പരിപൂർണമായി ലഭിച്ചില്ലെങ്കിൽ പോലും ഒരു പരിധിവരെ വോട്ട് ഷെയറിൽ വിള്ളലുണ്ടാക്കാം. അങ്ങനെ പലയിടത്തും അട്ടിമറി വിജയം നേടിയെടുക്കാം. ഇവിടെ എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പത്മിനി തോമസിനെ പോലുള്ളവരെ ബി.ജെ.പി. ടിക്കറ്റിൽ മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കൊച്ചി കോർപ്പറേഷനിലും ആ ഒരു രീതിയിലാണ് സ്ഥിതിഗതികൾ. അതായത് പല കൗൺസിലേഴ്സിനെ UDF-ലേക്കും LDF-ലേക്കും മത്സരിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ മത്സരിച്ച് ജയിച്ച പലരെയും ഇപ്പോൾ ബി.ജെ.പി. ഹൈജാക്ക് ചെയ്ത് ബി.ജെ.പിക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായി നിർത്തുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു വിഷയമാണ്. ഇവിടെ വോട്ട് ധ്രുവീകരണം കാസ്റ്റ് അടിസ്ഥാനത്തിലാണെങ്കിൽ പരമ്പരാഗതമായി കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ, അതുപോലെ തന്നെ നായർ വിഭാഗത്തിന്റെ വോട്ടുകൾ ഇതിനകത്ത് വിള്ളൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് UDF-ന്റെ മാർജിൻ വലിയ തോതിൽ കുറയുന്നത്. ലോക്സഭയിൽ ഉണ്ടാകുന്ന കൺസോൾട്ടേഷൻ ഒരിക്കലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെടുന്നില്ല. പല കാരണങ്ങൾ കൊണ്ടാണ്. 2 കാരണങ്ങളാണ് ഏറ്റവും പ്രധാനം. ഒന്ന്, കൺസോൾട്ടേഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നില്ല. അത് സ്കാറ്റേർഡായി പോകുന്നു. ബി.ജെ.പിയിലേക്ക് ക്രിസംഖികളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന സാഹചര്യം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട്. കോൺഗ്രസിന് വലിയ രീതിയിൽ മുന്നേറ്റം പ്രവചിക്കപ്പെടുന്ന തിരുവനന്തപുരം നഗരസഭയിലും അതുപോലെ തന്നെ തിരിച്ചു പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് പറയുന്ന കൊച്ചി നഗരസഭയിലും ഇടതുപക്ഷം കളിക്കുന്നത് മറ്റൊരു കളിയാണ്. ഇടതുപക്ഷത്തിന് അധികാരം നിലനിർത്താൻ കഴിയാത്ത രീതിയിൽ ഒരു തൂക്കുസഭയുണ്ടായാൽ അവിടെ വലിയ ട്വിസ്റ്റുകൾ സംഭവിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2015 തെരഞ്ഞെടുപ്പിൽ മേയർ ആയി അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് VK പ്രശാന്താണ്. അന്ന് കോർപ്പറേഷനിൽ ആർക്കും ഭൂരിപക്ഷമില്ലായിരുന്നു, തൂക്കുസഭയായിരുന്നു. കേവല ഭൂരിപക്ഷം പോലും ഇല്ലായിരുന്നിട്ടും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി പാർട്ടി എന്ന രീതിയിലേക്ക് അവിടെ CPIM-ന്റെ നേതൃത്വത്തിൽ LDF ആണ് ഭരണം പിടിച്ചത്. എന്നാൽ കഴിഞ്ഞ തവണ 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ 52ഓളം വാർഡുകളിൽ ജയിച്ചാണ് CPIM LDF കൂട്ടുകെട്ട് അധികാരം നിലനിർത്തിയത്. ഇക്കുറി ബി.ജെ.പി. സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരും എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. എന്നാൽ ക്രിസംഖികളുടെ വോട്ട് അത് ഏതൊക്കെ രീതിയിലായിരിക്കും കോൺഗ്രസിനെ അള്ളാൻ ശ്രമിക്കുന്നത്? കാരണം ബി.ജെ.പി. മുൻകാലങ്ങളിൽ ഈഴവ വോട്ടുകൾ അതുപോലെ തന്നെ സാമുദായിക ഘടകങ്ങളിൽ ഒക്കെ വിള്ളലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിസംഖികളുടെ വോട്ട് ഷെയർ അത് ബി.ജെ.പിയിലേക്ക് പല രീതിയിൽ സ്കാറ്റേർഡായി പോകുന്നു. അത് വലിയ തോതിലുള്ള ചർച്ചാ വിഷയമായി മാറുകയാണ്. ജോർജ് കുര്യനെ പോലുള്ളവർക്ക് കേന്ദ്ര മന്ത്രിസ്ഥാനം കൊടുത്തത് അതിൻ്റെ പേരിലാണ്. മണിപ്പൂരിലോ അല്ലെങ്കിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലോ നടക്കുന്ന വംശീയ ആക്രമണമൊന്നും കേരളത്തിലുള്ളവർ ചിന്തിക്കില്ല എന്നാണ് ക്രിസംഖികൾ പറയുന്നത്.